നമസ്കാരം. അയർലൻഡിൽ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ ഗോഥിക് കൊട്ടാരം സ്വന്തമാക്കി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. ബ്ലാക്ക് വാട്ടർ നദിക്ക് അഭിമുഖമായി ഏകദേശം 1830-ൽ പണി കഴിപ്പിച്ച സ്ട്രാൻഖലി കാസലാണ് സക്കർബർഗും ഭാര്യ പ്രിസില്ല ചാനും ചേർന്ന് വാങ്ങിയിരിക്കുന്നത്. സംസ്ഥാന ആർക്കിടെക്ചറൽ ആർക്കൈവ് രേഖകൾ പ്രകാരം 2003-ൽ ഈ കൊട്ടാരം വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. കമ്പനിയുടെ യൂറോപ്യൻ ആസ്ഥാനത്ത് നിന്നും 200 കിലോമീറ്റർ അകലെയാണ് ഈ ആഡംബര പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പർട്ടിക്കായി നൽകിയ തുക എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ഐറിഷ് ടൈംസ് റിപ്പോർട്ട് പ്രകാരം കൊട്ടാരത്തിന് 2 മുതൽ 3 കോടി യൂറോ, ഏകദേശം 20 മുതൽ 30 മില്യൺ യൂറോ വിലമതിച്ചേക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഇടപാട് അയർലൻഡ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി വില്ല രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അയർലൻഡ് സന്ദർശിക്കുമ്പോൾ താമസിക്കാനായിരിക്കും ഈ കൊട്ടാരം പ്രധാനമായും ഉപയോഗിക്കുക. പുതിയ ഇടപാടോടെ സക്കർബർഗിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ പട്ടികയിലേക്ക് അയർലൻഡിലെ ഈ സ്വപ്ന ഭവനം കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. അതേസമയം ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഭാവി നിർണയിച്ചേക്കാവുന്ന നിർണായകമായ നിയമ പോരാട്ടം അമേരിക്കയിൽ പുരോഗമിക്കുകയാണ്. പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കുട്ടികളിൽ ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തെന്നും സുരക്ഷയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കാണിച്ച് കാലിഫോർണിയ, കൊളറാഡോ, കെന്റക്കി, ന്യൂജേഴ്സി എന്നീ സംസ്ഥാനങ്ങൾ മെറ്റയ്ക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. അനുയോജ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചുവെന്നും ഈ സംസ്ഥാനങ്ങളും മറ്റ് 25 സംസ്ഥാനങ്ങളും ആരോപിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ യുവ ഉപയോക്താക്കളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ നിയമപരമായ പരീക്ഷണമായാണ് ഈ വിചാരണയെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാലിഫോർണിയയിലെ ഓക്ലാൻഡിലെ ഫെഡറൽ കോടതിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച വിചാരണ 6 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂറികൾ ഉപദേശക വിധി പുറപ്പെടുവിക്കുമെന്നും മെറ്റ കുറ്റക്കാരനാണോ എന്ന് US ജില്ലാ ജഡ്ജി ഇവോൺ ഗോൺസാലസ് റോജേഴ്സ് തീരുമാനിക്കുകയും സിവിൽ പിഴകളും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിശ്ചയിക്കുകയും ചെയ്യും. വിചാരണയ്ക്ക് മുന്നേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സംസ്ഥാനങ്ങളുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കൗമാരക്കാർക്കായി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കമ്പനി ഉറച്ചു നിൽക്കുന്നുവെന്നും മെറ്റ വക്താവ് വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങളിൽ യാതൊരു തെളിവുമില്ലെന്നും പ്രായം പരിശോധിക്കുന്നത് പോലെയുള്ള വ്യവസായ വ്യാപകമായ വെല്ലുവിളികളുടെ പേരിൽ മെറ്റയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും കമ്പനി കുറ്റപ്പെടുത്തുന്നു. തെളിവുകളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം വലിയ തുക പിഴ ഈടാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനങ്ങൾ നടത്തുന്നതെന്നും മെറ്റ കൂട്ടിച്ചേർത്തു. ഒരു വശത്ത് അയർലൻഡിലെ 19-ാം നൂറ്റാണ്ടിലെ അപൂർവ ഗോഥിക് കൊട്ടാരം സ്വന്തമാക്കി റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം വിപുലീകരിക്കുമ്പോൾ മറുവശത്ത് മെറ്റയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വൻ നിയമ പോരാട്ടത്തിലൂടെയാണ് മാർക്ക് സക്കർബർഗ് കടന്നുപോകുന്നത്. സോഷ്യൽ മീഡിയയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളും കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം രൂപകൽപ്പനയും വിചാരണ ചെയ്യപ്പെടുന്ന ഈ US കോടതി കേസ് ആഗോള ടെക് ഭീമന്മാർക്കെല്ലാം വരും ദിവസങ്ങളിൽ നിർണായകമായ മുന്നറിയിപ്പായിരിക്കും. അടുത്ത 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിചാരണയ്ക്ക് ശേഷമുള്ള ജഡ്ജി ഇവോൺ ഗോൺസാലസ് റോജേഴ്സിന്റെ വിധി മെറ്റയ്ക്ക് കനത്ത പിഴയും നയപരമായ വലിയ മാറ്റങ്ങളും വരുത്തിവെക്കുമെന്നാണ് ഡിജിറ്റൽ ലോകം ഉറ്റുനോക്കുന്നത്.